അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സൈനിക സംഘർഷം 140 ദിവസത്തിലധികം പിന്നിടുമ്പോൾ അമേരിക്കൻ പാർലമെന്റായ സെനറ്റിൽ നിന്നും ഉയരുന്ന ശക്തമായ ശബ്ദമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയത്തെക്കുറിച്ചുള്ള വിവാദം വീണ്ടും ശക്തിയാർജിക്കുകയാണ്. അമേരിക്കൻ സെനറ്റിൽ ഡെമോക്രാറ്റിക് സെനറ്റർ ക്രിസ് മർഫി നടത്തിയ പ്രസംഗം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ഇറാൻ നയം പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടി നടത്തിയ മർഫിയുടെ പ്രസംഗം വെറുമൊരു രാഷ്ട്രീയ വിമർശനമല്ല, മറിച്ച് നിരവധി കണക്കുകളും വസ്തുതകളും നിരത്തിയുള്ള പ്രതികരണമാണ്. ഈ യുദ്ധം നിയമവിരുദ്ധമാണ്, ദുരന്തമാണ്, അമേരിക്കയെ കൂടുതൽ ദുർബലമാക്കി. ഇതാണ് മർഫിയുടെ പ്രധാന ആരോപണം. എന്നാൽ ട്രംപ് ഭരണകൂടം പറയുന്നത് മറ്റൊന്നാണ്. ഇറാന്റെ സൈനിക ശേഷിക്ക് കനത്ത തിരിച്ചടി നൽകാനും അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് നടപടികളെന്ന് അവർ വാദിക്കുന്നു. ആരാണ് ശരി? ഈ വിമർശനത്തിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? മർഫിയുടെ പ്രസംഗത്തിലെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അമേരിക്കയിലെ കണക്റ്റിക്കട്ട് സംസ്ഥാനത്തെ ഡെമോക്രാറ്റിക് സെനറ്ററാണ് ക്രിസ് മർഫി. വിദേശ നയവിഷയങ്ങളിൽ ശക്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അമേരിക്കയുടെ സൈനിക ഇടപെടലുകളെക്കുറിച്ച് കോൺഗ്രസിന്റെ മേൽനോട്ടം ശക്തമാകണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന വ്യക്തിയുമാണ് ക്രിസ് മർഫി. സെനറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ മർഫി 5 പ്രധാന വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. 1. യുദ്ധം നിയമപരമായിരുന്നില്ല. കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതിയില്ലാതെ അമേരിക്ക യുദ്ധ നടപടികളിലേക്ക് കടന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അമേരിക്കൻ ഭരണഘടന പ്രകാരം യുദ്ധവുമായി ബന്ധപ്പെട്ട അധികാരങ്ങളിൽ കോൺഗ്രസിനും നിർണായക പങ്കുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. 2. ഒരു പ്രധാന ലക്ഷ്യവും നേടിയില്ല. മർഫിയുടെ അഭിപ്രായത്തിൽ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിട്ടതായി പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായി നടപ്പായില്ല. ഇറാനിൽ ഭരണകൂട മാറ്റം ഉണ്ടായില്ല. ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും തകർന്നിട്ടില്ല. മാത്രമല്ല, ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കാനായിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വിമർശനം. 3. ഇറാൻ കൂടുതൽ ശക്തിപ്പെട്ടു. യുദ്ധത്തിന്റെ ഫലമായി ഇറാൻ കൂടുതൽ ആക്രമണാത്മകമായ നിലപാടിലേക്ക് മാറിയെന്നാണ് മർഫിയുടെ വാദം. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ പ്രത്യാക്രമണങ്ങളും പ്രാദേശിക സഖ്യങ്ങളുമായുള്ള സഹകരണവും ശക്തമാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. 4. നഷ്ടം അമേരിക്കയ്ക്ക് തന്നെ എന്ന വിലയിരുത്തലാണ്. മർഫിയുടെ അഭിപ്രായത്തിൽ ഈ യുദ്ധം അമേരിക്കയുടെ ആയുധ ശേഖരത്തെയും ബാധിച്ചുവെന്നാണ്. പ്രത്യേകിച്ച് മിസൈൽ ശേഖരം കുറയുകയും ഭാവിയിൽ മറ്റ് സുരക്ഷാ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാൽ അത് അമേരിക്കയെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. 5. വ്യക്തമായ ലക്ഷ്യമില്ല എന്നതാണ്. ഈ യുദ്ധം എവിടെയാണ് അവസാനിക്കുന്നത്? ഇതാണ് മർഫിയുടെ ഏറ്റവും വലിയ ചോദ്യം. നേടാവുന്ന വ്യക്തമായ ലക്ഷ്യവും യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതിയും ഭരണകൂടത്തിന് ഇല്ലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ യുദ്ധം സാധാരണക്കാരായ അമേരിക്കക്കാരെ എങ്ങനെ ബാധിച്ചു എന്ന് മർഫി ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയിൽ പെട്രോൾ വില ഗാലന് $4 മുകളിലെത്തി. ഡീസലിന്റെയും വളത്തിന്റെയും വില ഉയർന്നതോടെ നിരവധി കർഷകർ കടക്കണിയിലേക്ക് നീങ്ങി. ഈ യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റിൽ മറ്റു പുതിയ സംഘർഷങ്ങൾ ഉടലെടുത്തു. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ കടന്നുകയറ്റത്തിൽ 4300 പേർ കൊല്ലപ്പെടുകയും 1.2 ദശലക്ഷം ആളുകൾക്ക് വീട് വിട്ടിറങ്ങേണ്ടതായും വന്നു. യമനിലെ ഹൂതികളും സൗദി അറേബ്യയും തമ്മിലും സംഘർഷം കടക്കുകയാണ്. വ്യാപാര പാതകൾ അടഞ്ഞതാണ് മറ്റൊരു പരാമർശം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതയായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി. റെഡ് സീയെ ബന്ധിപ്പിക്കുന്ന ബാബ് അൽ മന്ദബ് കടലിടുക്കിൽ ഹൂതികളുടെ ആക്രമണം രൂക്ഷമാണെന്നും മർഫി തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. യുദ്ധത്തിൽ ഇതിനകം 17 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 250 കുട്ടികളടക്കം 2000-ഓളം ഇറാനിയൻ സിവിലിയന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ചൈനയുമായുള്ള ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പതിറ്റാണ്ടുകളായി അമേരിക്ക ശേഖരിച്ചു വച്ചിരുന്ന ദീർഘദൂര സ്റ്റെൽത്ത് മിസൈലുകളുടെ 50% കേവലം 4 മാസത്തിനുള്ളിൽ അമേരിക്ക ഇറാനെതിരെ ഉപയോഗിച്ച് തീർത്തുവെന്നാണ് മർഫിയുടെ വിമർശനം. ഇതിനു പുറമെ കുവൈറ്റ്, UAE തുടങ്ങിയ സഖ്യരാജ്യങ്ങൾ തങ്ങളുടെ പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ 75% ഉപയോഗിച്ചു കഴിഞ്ഞു. ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ ഗ്ലോബൽ റെഡിനെസ്സിനെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നുവെന്ന് സെനറ്റർ മർഫി ഓർമ്മിപ്പിക്കുന്നു. അതേസമയം റിപ്പബ്ലിക്കൻ നേതാക്കളും ട്രംപ് അനുകൂലികളും ഈ വിമർശനങ്ങൾ തള്ളിക്കളയുന്നു. അവരുടെ വാദങ്ങൾ ഇങ്ങനെയാണ്. ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയുണ്ടായി. അമേരിക്കൻ സൈനികരെ സംരക്ഷിക്കാൻ ശക്തമായ നടപടി അനിവാര്യമായിരുന്നു. ശക്തിപ്രകടനം നടത്തിയില്ലെങ്കിൽ ഇറാൻ കൂടുതൽ അപകടകരമാകുമായിരുന്നു. ചില ആണവ മിസൈൽ കേന്ദ്രങ്ങൾക്കും സൈനിക സംവിധാനങ്ങൾക്കും
നാശനഷ്ടം സംഭവിച്ചതായി ഭരണകൂടം അവകാശപ്പെടുന്നു. അതിനാൽ ഈ നടപടികൾ ദേശീയ സുരക്ഷയുടെ ഭാഗമായിരുന്നുവെന്നാണ് അവരുടെ വിശദീകരണം. ഈ ചർച്ച ഇറാനെക്കുറിച്ചുള്ളത് മാത്രമല്ല, ഇത് അമേരിക്കൻ ഭരണഘടനയിലെ ഒരു പ്രധാന ചോദ്യവും ഉയർത്തുന്നു. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഒരു പ്രസിഡന്റിന് സൈനിക നടപടി എത്രത്തോളം സ്വീകരിക്കാം? ഈ ചോദ്യം വീണ്ടും ദേശീയ ചർച്ചയാവുകയാണ്. അതോടൊപ്പം മധ്യപൂർവ്വ ദേശത്തെ അമേരിക്കയുടെ ദീർഘകാല സൈനിക ഇടപെടലുകൾ രാജ്യത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ ശേഷിയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുകയാണ്. സെനറ്റർ ക്രിസ് മർഫിയുടെ വാക്കുകളിൽ രാഷ്ട്രീയമായും സൈനികമായും നയതന്ത്രപരമായും അമേരിക്കയ്ക്ക് യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു യുദ്ധമാണിത്. സാമ്പത്തിക നഷ്ടവും ജീവഹാനിയും സഖ്യരാജ്യങ്ങളുടെ തകർച്ചയും മാത്രമാണ് ഇതിൻ്റെ ഫലം. അതുകൊണ്ട് തന്നെ ഭരണഘടന അനുശാസിക്കുന്ന അധികാരം ഉപയോഗിച്ച് പ്രസിഡന്റിന്റെ ഈ അനധികൃത യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രമേയം സെനറ്റ് പാസ്സാക്കണമെന്ന ആഹ്വാനത്തോടെയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു പ്രമേയം പാസ്സാകുമോ എന്നത് കോൺഗ്രസിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും ഭരണകൂടത്തിൻ്റെ നിലപാടിനെയും ആശ്രയിച്ചിരിക്കും. ഒരു വശത്ത് ദേശീയ സുരക്ഷയ്ക്കായി കടുത്ത സൈനിക നടപടി അനിവാര്യമാണെന്ന് ട്രംപ് അനുകൂലികൾ വാദിക്കുന്നു. മറുവശത്ത് വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാത്ത യുദ്ധം അമേരിക്കയെ കൂടുതൽ ദുർബലമാക്കുകയാണെന്ന് ക്രിസ് മർഫി ഉൾപ്പെടെയുള്ള വിമർശകർ പറയുന്നു. നമുക്ക് കാത്തിരിക്കാം.